നങ്ങേലിപ്പടി ഐശ്വര്യ കലാകേന്ദ്രത്തിന്റെയും ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ.ഒ. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യ കലാകേന്ദ്രം ആൻഡ് ഗ്രന്ഥശാല നങ്ങേലിപ്പടിയിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ.ഒ. കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ചില പ്രദേശങ്ങളിൽ നിന്ന് പുതുവത്സരാഘോഷം കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂറായിട്ടുണ്ടാവും. നമ്മൾ പുതുവർഷ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വർഷം തീരുക എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ കടക്കുക എന്ന് തന്നെയാണ് അർത്ഥം. 2024 പിന്നിടുമ്പോൾ ഒരു 100 കൊല്ലം മുമ്പുള്ള കേരളത്തെക്കുറിച്ച് ആലോചിക്കാതെ കടന്നുപോകാൻ പറ്റില്ല എന്നുള്ള പ്രത്യേകത ഈ 2024 എന്ന് വെച്ചാൽ 100 വർഷം മുമ്പ് 1924 കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഒരു വർഷം. അപ്പോൾ നമ്മൾ 100 വർഷം കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ 100 കൊല്ലം മുമ്പ് ഈ പ്രദേശത്ത് ഈ കേരള സംസ്ഥാനത്ത് എന്തെല്ലാം സംഭവവികാസങ്ങളുണ്ടായി എന്ന് നമ്മൾ ഓർത്തു പോകേണ്ടത് നമ്മുടെ ഒരു കടമയായി തന്നെ കാണുന്നു. കെ.ജെ. രാജൻ അധ്യക്ഷനായി. ഡോക്ടർ വിജയൻ നങ്ങേലിൽ, കെ.കെ. നാസർ, പി.എം. പരീദ്, ഇ.എസ്. അബ്ദുൽ ഖാദർ, കെ.കെ. സുഗു, ശോഭ ശശിരാജ് എന്നിവർ സംസാരിച്ചു. റാബിയ അബ്ദുൽ ഖാദറിനെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളുടെ നൃത്യങ്ങളും മേലേരി നൊമാഡിക് ഫോക്കിന്റെ നാടൻപാട്ട് ഗാനമേളയും അരങ്ങേറി. വി.സി. സ്കറിയ സ്വാഗതവും കെ.എ. സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.